രാജ്യത്ത് ആദായ നികുതി ഘടന പരിഷ്കരിച്ചു. പുതിയ സ്കീമിലുള്ളവർക്കാണ് നേട്ടം ലഭിക്കുക. 3 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ഇനി നികുതിയില്ല. ആദായ നികുതി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പരിധി 50,000 രൂപയിൽ നിന്ന് 75,000 ആക്കി ഉയർത്തി. ആദായ നികുതിദായകർക്ക് ആശ്വാസത്തിന്റെ ബജറ്റാണ് ഇത്തവണത്തേത്. പുതിയ നികുതി സമ്പ്രദായത്തിൽ 3 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ഇനി നികുതി ഉണ്ടാകില്ല. പുതിയ സ്കീമിലുള്ളവർക്കാണ് ഈ സൗജന്യം. Further, I propose to increase monetary limits for filing appeals related to direct taxes, excise and service tax in the tax tribunals, high courts and Supreme Court to 60 lakh rupees, 2 crore rupees and 5 crore respectively, with a view to reduce litigation and provide certainty in international taxation. We will expand the scope of safe harbor rules and make them more attractive. We will also streamline the transfer pricing assessment procedure. Employment and investment. I have a few proposals to promote investment and foster employment. First of all, to bolster the Indian startup ecosystem, boost the entrepreneurial spirit and to support innovation, I propose to abolish the so-called angel tax for all classes of investors. 3 മുതൽ 7 ലക്ഷം വരെ വരുമാനത്തിന് 5% നികുതി. 7 മുതൽ 10 ലക്ഷം വരെ 10%, 12 മുതൽ 15% വരെ 20% നികുതി അടയ്ക്കണം. വാർഷിക വരുമാനം 15 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 30% നികുതി. പുതിയ സ്കീമിൽ ഉൾപ്പെട്ട ജീവനക്കാർക്ക് ആദായ നികുതിയിൽ 17,500 രൂപ ലാഭിക്കാം. 4 കോടി ശമ്പളക്കാർക്കും പെൻഷൻകാർക്കുമാണ് ഇത് പ്രയോജനകരമാവുക. ആദായ നികുതി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പരിധി 50,000 രൂപയിൽ നിന്ന് 75,000 ആക്കി ഉയർത്തി. പഴയ സ്കീമിലുള്ളവർക്ക് നിലവിലെ സ്ലാബ് തുടരും. വിദേശ സ്ഥാപനങ്ങൾക്കുള്ള കോർപ്പറേറ്റ് നികുതി 35% കുറച്ചു. ന്യൂസ് ഡെസ്ക് ജനം.